കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി കാൻഫെഡിന്റെ PN പണിക്കർ രാജ്യശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ MLA KA ചന്ദ്രൻ, ചിറ്റൂർ സ്വദേശി അഡ്വക്കേറ്റ് കൊച്ചുകൃഷ്ണൻ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കാൻഫെഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകം മുഴുവൻ അത് അറിയുന്ന UNOന്റെ കീഴിലുള്ള ഒരു വലിയ പ്രസ്ഥാനം നടത്തുന്ന കോഴ്സാണ് നമുക്ക് കേരളത്തിൽ ചെയ്യുന്നത്. കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുമതലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പാലക്കാട് വെച്ച് നടന്ന 3 ബാച്ചും നമുക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത്. ജോലി സാധ്യതയുള്ള നല്ലൊരു കോഴ്സാണ്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റും പലരും പഠിപ്പിക്കുന്നുണ്ട്. കാരണം 5 മഹാന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നേതാജി ബോസ്, മഹാത്മാഗാന്ധി, അതുപോലെ ആദിശങ്കരൻ, സ്വാമി വിവേകാനന്ദ, ശ്രീനാരായണ ഗുരു, ഇങ്ങനെ 5 പേരെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു. അതുപോലെ ഭഗവത്ഗീതയുടെ പ്രസക്തി പഠിപ്പിക്കുന്നു. ഗീത പഠിപ്പിക്കില്ല, ഗീത എന്താണ് ഇന്നത്തെ പ്രസക്തി എന്നുള്ള ഇത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഈ കോഴ്സിൽ വന്നതുകൊണ്ട് ഇതൊരു സമഗ്ര യോഗ എന്നുള്ള പേരിലാണത്, സമ്പൂർണ്ണ യോഗ എന്നുള്ള പേരിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രഗത്ഭരായ ആളുകളെ ഡോക്ടർ ലക്ഷ്മി കുമാരി അമ്മയാണ് പിന്നെ രാജീവയെ ക്ലാസ് എടുക്കാൻ വന്നത്. മീനാജി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ ആളുകളാണ്. വാഴൂർ നിസ്വാർത്ഥ സേവനം നടത്തുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർക്കാണ് PN പണിക്കർ രാജശ്രീ പുരസ്കാരം നൽകുന്നത്. 5001 രൂപ, പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 10 പാലക്കാട് വെച്ച് പുരസ്കാരം സമർപ്പിക്കും. കാൻഫെഡ് വേൾഡ് സ്കിൽ കൗൺസിലിന്റെ സഹകരണത്തോടെ നടത്തിയ യോഗ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് പാസ്സായ 51 പേർക്ക് മെയ് 10 ആചാര്യപട്ടം നൽകും. പുരസ്കാര ചടങ്ങിലും ആചാര്യപട്ട വിതരണത്തിലും പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ, പാണ്ടിയോട് പ്രഭാകരൻ, ചിറ്റൂർ ശിവരാമകൃഷ്ണൻ, കൽപ്പാത്തി കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.